ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായ ഒരു സ്വീറ്റ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വളരെ കുറച്ച് പ്രിപ്പറേഷൻ ടൈം, എന്നാൽ വളരെയധികം ടേസ്റ്റ്. ഇതാണ് സേമിയ പായസത്തിൻ്റെ പ്രത്യേകത. ഫംഗ്ഷനുകൾക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ ഈ രീതിയിൽ നമുക്ക് സേമിയ പായസം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അടുപ്പത്തുള്ള പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വേണം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ സേമിയ വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ 1 കപ്പ് സേമിയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് ഈ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സേമിയ നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസ്റ്റഡ് സേമിയയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റോസ്റ്റഡ് സേമിയ വാങ്ങിക്കാൻ നോക്കുക. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, റോസ്റ്റഡ് സേമിയ. റോസ്റ്റഡ് വെർമിസെല്ലി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പാക്കറ്റിലുള്ള സേമിയ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും സേമിയ പായസം. ഞാൻ പലതരം ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സേമിയ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ ചൂടുള്ള പാലാണ് ഞാനിപ്പോൾ സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പാൽ നന്നായിട്ട് തിളച്ച് വരണം. പാൽ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സേമിയ ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വരണം. ഒരു 20 മിനിറ്റ് സമയമെങ്കിലും എടുക്കും ഇത് വെന്ത് വരാനായിട്ട്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സേമിയൊക്കെ നന്നായി വെന്ത് പാലിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഞാൻ അതിലേക്ക് 1 കപ്പ് കൂടെ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ചൂടുള്ള പാലാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 5 മിനിറ്റ് സമയം കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കും. ആ പാലും ബാക്കിയുള്ള സേമിയയും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരാനായിട്ട്. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പായസം വളരെ കട്ടിയാവും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം ഇരുന്നാലും അത് പെട്ടെന്ന് കട്ടിയായിട്ടൊന്നും വരില്ല. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പാൽ നന്നായി തിളച്ച് വരുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ തിളച്ച് വരാനായിട്ട് അനുവദിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെയും ഒക്കെ അളവ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്ര കൂടിയാലും അതുകൊണ്ട് ടേസ്റ്റ് കൂടിയല്ലാതെ കുറഞ്ഞു പോവില്ല. അതോടൊപ്പം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. 5-6 ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിന് മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പായസം പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സേമിയ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.